സീറ്റില്ലെന്ന് പറയുന്നത് സീറ്റ് വിറ്റവരോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ കെ ഇസ്മയിൽ, ഇന്ന് കെ എം മാണി വ്യക്തമാക്കുകയാണ് ഇടതുപക്ഷത്തേക്ക് വരാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല എന്ന്. മാത്രവുമല്ല, നിങ്ങൾക്കാണ് അവർ ഇങ്ങോട്ട് വരുമോ എന്നത് സംബന്ധിച്ച ഭയവും വിറളിയും ഉള്ളത് എന്നും. മാണി ഈ കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും നിങ്ങൾ ഈ ഭയവുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം വ്യക്തമല്ലേ, നിങ്ങൾ ഭയക്കുന്നത് കെ എം മാണിയെ അല്ല, നിങ്ങൾ ഭയക്കുന്നതും സംശയിക്കുന്നതും CPM-നെ ആണെന്ന്. അതിനാണോ മാണിയെ ചാരി അടിക്കുന്നത്? ഞങ്ങൾ മാണിയെ ചാരി അടിക്കുന്നില്ല. മാണി ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല. മാണി പറയുന്നത് പോലെ ഞങ്ങൾക്ക് കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ വിരളിയുമില്ല. ഞങ്ങൾക്ക് വെറുപ്പാണ് അത് കേൾക്കുമ്പോൾ. അതുകൊണ്ട് അവർ ആരും ക്ഷണിച്ചിട്ടില്ല ഈ മുന്നണിയിൽ. ക്ഷണിക്കാതെ സ്വയം ഞങ്ങളെ ക്ഷണിച്ചു എന്ന് വരുത്തി തീർക്കാൻ അവർ ശ്രമിക്കുകയാണ്. ക്ഷണിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ വരേണ്ട ഒരാവശ്യമില്ല. അവരെ ഈ മുന്നണി ക്ഷണിച്ചിട്ടില്ല. മറ്റൊന്ന് പറഞ്ഞോളൂ. അല്ല, മാണിയെ ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, മാണി അതിൻ്റെ പേരിൽ ഞങ്ങൾക്കെതിരായിട്ട് അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബജറ്റ് വിറ്റ് കാശാക്കിയിട്ട് ദീർഘകാലമായി ബജറ്റ് വിറ്റ് പൈസ വാങ്ങി നാട് മുഴുവൻ അറിഞ്ഞ് ജനങ്ങൾ പാട്ട കൊട്ടി കള്ളനാണ് എന്ന് മുദ്ര കുത്തിയ ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെടാനും മുഖം രക്ഷിക്കാനും വേണ്ടി പറയുന്ന വളരെ ബാലിശമായ ഒരു വർത്തമാനമായിട്ടല്ലാതെ ജനം ഇതിനെ സ്വീകരിക്കാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ഉറച്ചു നിൽക്കുന്ന പാർട്ടിയാണ്. അതെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അപവാദ പ്രചരണങ്ങളൊന്നും രാജ്യത്ത് വരപ്പോകാൻ പോകുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഷാപ്പ് കരാറുകാരിൽ നിന്നും കോൺട്രാക്ടറിൽ നിന്നും പണം വാങ്ങുകയും അഴിമതി വ്യാപകമായി പ്രചരിക്കുകയും അഴിമതി കേസുണ്ടാകുകയും ചെയ്തു. പക്ഷെ അതിലേറെ പ്രധാനം കുറേ കൊല്ലമായി അദ്ദേഹം എല്ലാ വർഷവും ബജറ്റ് വെക്കുകയായിരുന്നു. അത് പുറത്തു വന്നപ്പോഴാണ് ജനങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നത്. എത്രയോ കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് MLA-മാരായിരുന്നവരാണ്. അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴും ഞാൻ MLA ആയിരുന്നിട്ടുണ്ട്, ഞാൻ മന്ത്രിയായിരിക്കുമ്പോഴും അദ്ദേഹം MLA ആയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്കങ്ങനെ തെറ്റിദ്ധാരണ പോലും അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. എന്നാൽ പിന്നീടാണ് മനസ്സിലായത്, പല വ്യാപാര വ്യവസായ മേഖലകളിൽ നിൽക്കുന്നവരും കഥകൾ മുഴുവൻ പുറത്ത് പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, എല്ലാ വർഷവും ബജറ്റിന് മുമ്പായി പ്രീ ബഡ്ജറ്റിൻ്റെ പേരിൽ ഇവരെ എല്ലാം വിളിച്ചു കൂട്ടുകയും അവരുമായി വിലപേശുകയും അങ്ങനെ ബാർഗെയിൻ ചെയ്ത് കോടികൾ വാങ്ങുന്ന തൊഴിലാണ് ഈ മാണി ചെയ്തിരുന്നത് എന്നത് നാട് മുഴുവൻ ഇന്ന് ഒരു അങ്ങാടിപ്പാട്ട് പോലെ അറിയുന്നൊരു കാര്യമാണ്. ആ മാണിയുടെ അഴിമതിക്കെതിരായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തത്വാധിഷ്ഠിതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. ജനങ്ങൾ അതിന് തന്ന വിധിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ. ആര് പറഞ്ഞു മാണിയെ ഈ മുന്നണിയിലേക്ക് ക്ഷണിച്ചുവെന്ന്? ആർക്കായി ഈ മുന്നണിയിൽ മാണിയെ ആവശ്യമുള്ളത്? ഒരാൾക്കും ആവശ്യമില്ല. ശ്രീ കെ ഇസ്മയിൽ, ശ്രീ ജോസഫ് പുതുശ്ശേരി, നിങ്ങളെ ഓർത്ത് വിറളി പിടിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, നിങ്ങളോട് വെറുപ്പാണെന്നാണ് കെ ഇസ്മയിൽ പറയുന്നത്. വിളിക്കാത്ത ഓണസദ്യ ഉണ്ണാൻ വരേണ്ട എന്നും. ശ്രീ പുതുശ്ശേരി. അല്ല, ഞങ്ങൾക്ക് അക്കാര്യത്തിൽ യാതൊരു അപകർഷതാബോധവുമില്ല. കാരണം ഞങ്ങൾ ആരുടെ മുമ്പിലും അപേക്ഷ കൊടുത്തിട്ടില്ല. ഞങ്ങൾ പ്രഖ്യാപിച്ചു ഞങ്ങൾ സ്വതന്ത്ര നിലപാടെടുക്കുന്നു. UDF ഇട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതിനുശേഷം ആവർത്തിച്ച് പറഞ്ഞു. ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കിയതിന് ശേഷവും എല്ലാ ദിവസവും രാവിലെ ഉണർന്നെഴുന്നേറ്റ് കട്ടൻ കാപ്പി കുടിക്കുന്ന പോലെ CPI-യുടെ നേതാക്കന്മാർ കേരള കോൺഗ്രസ് എമ്മിനെ വേണ്ട വേണ്ട എന്ന് പറയുന്നതിൻ്റെ പിന്നിലുള്ള വെപ്രാളം എന്താണ് എന്ന് പറയേണ്ടത് അവരാണ്. ഞങ്ങൾ CPI-യുടെ സൗജന്യം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഒരു മുന്നണിയുടെ പുറകെയും അപേക്ഷയുമായി നടന്നിട്ടില്ല. ഞങ്ങൾ സ്വതന്ത്ര നിലപാടാണ് സ്വീകരിച്ചിട്ടെന്ന് പറഞ്ഞു. ഇവിടെ പിന്നെ അദ്ദേഹം ഒട്ടേറെ അനാവശ്യങ്ങൾ ഇവിടെ വിളമ്പുകയുണ്ടായി. കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് KM മാണിക്കെതിരായി അഴിമതി നടത്തിയതായി ഒരു കോടതിയുടെ വിധിയുണ്ടോ? ഒരു കേസിൽ അദ്ദേഹം പ്രതിയാണോ? ഒരന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ. കള്ളക്കഥകൾ, നുണക്കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.
അതിനപ്പുറത്ത് മറ്റു കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടാൻ മറ്റു വഴി നോക്കട്ടെ. ഞങ്ങളെ ചാരി നിന്ന് പിന്നെ മുന്നണി രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ നോക്കണ്ട. ഞങ്ങൾക്ക് CPIയുടെ യാതൊരു സൗജന്യവും ആവശ്യമില്ല. അത് ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു പിന്നെ ആളിൻ്റെയും സദ്യ ഉണ്ണാൻ വിളിക്കാതെ പോകുന്ന പാർട്ടിയല്ല കേരള കോൺഗ്രസ് പാർട്ടി. കേരള കോൺഗ്രസ് പാർട്ടിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് യാതൊരു അപകർഷതാബോധവുമില്ല. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് നിൽക്കും എന്ന തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് CPIയുടെ സൗജന്യമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വിനയപൂർവ്വം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. പക്ഷേ ശ്രീ പുതുശ്ശേരി, നിങ്ങളെ വെറുപ്പാണെന്നാണ് ഇസ്മയിൽ പറയുന്നത്. നിങ്ങൾ എൻ്റെ പിന്നെ വേണു, നിങ്ങളുടെ കയ്യിലുള്ള ക്ലിപ്പിംഗ് ഒന്ന് എടുത്തു നോക്കുക. ഒരു 2 വർഷം മുമ്പ് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ KM മാണിയോളം മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള മറ്റൊരാളില്ല, ഇത്രയും സീനിയറായ മറ്റൊരാളില്ല. അതുകൊണ്ട് അദ്ദേഹം മുഖ്യമന്ത്രി ആകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് മാണി സാറിൻ്റെ പിറകെ വന്ന കാര്യം നിങ്ങളുടെ അടക്കമുള്ള എല്ലാ ചാനലുകളുടെയും കയ്യിലുണ്ട്. അന്ന് മാണി സാറാണ് പറഞ്ഞത് ഞാൻ ആ ചൂണ്ടയിൽ കൊത്താനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ഷണം നിരസിച്ചത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് മാണി സാറാണ്. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാണ്, വലിയ പഴക്കമില്ലാത്ത ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കും. ആ വികാരമാണ് CPI പ്രകടിപ്പിക്കുന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്തരം സാരോപദേശമൊന്നും ആവശ്യമില്ല. ശരി, രണ്ടാമത്തെ കാര്യം അങ്ങീ പറയുന്ന പ്രകാരത്തിൽ കിട്ടാത്ത മുന്തിരിയാണ് KM മാണി എങ്കിൽ അല്പം മുൻപ് ആദ്യത്തെ ചോദ്യത്തിനുള്ള മറുപടിയിൽ അങ്ങ് പറഞ്ഞത് അവർക്ക് ഏതോ തരത്തിലുള്ള ഭയമുണ്ട് എന്നാണ്. അത് പൊരുത്തപ്പെടുന്നില്ലല്ലോ. എന്ത് ഭയം? അല്ല, ഞാനതാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് എന്താ, UDF മുന്നണി വിട്ടതിന് ശേഷം കേരള കോൺഗ്രസ് പാർട്ടി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഏതെങ്കിലും മുന്നണിയുമായി ബന്ധപ്പെടാൻ ഞങ്ങൾ ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കി. ഞങ്ങൾ ആർക്കെങ്കിലും അപേക്ഷ കൊടുത്തോ? വേണുവിന് പറയാൻ കഴിയുമോ? ഏതെങ്കിലും മുന്നണിയിൽ ഞങ്ങളെ എടുക്കണം ഞങ്ങൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഞങ്ങൾ ആവർത്തിച്ച് സ്വതന്ത്ര നിലപാട് സ്വീകരിക്കും എന്ന് പറയുമ്പോഴും CPI രാവിലെ ഉണർന്നെഴുന്നേറ്റാലുടൻ കട്ടൻ കാപ്പിയോടൊപ്പം പറയുകയാണ് കേരള കോൺഗ്രസിനെ മുന്നണിയിലേക്ക് വേണ്ട. അപ്പോൾ ആ ഭയം എന്താണ്? അവർ ഭയക്കുന്നു അവരുടെ സ്ഥാനം നഷ്ടപ്പെടുമോ, ഇടതുപക്ഷ മുന്നണിയിലേക്ക് കാണും ഞങ്ങൾ ചെന്നാൽ അവരുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആവർത്തിച്ച് പറഞ്ഞത് ഞങ്ങൾ ആ മുന്നണിയിലേക്കില്ല. അതുകൊണ്ട് വിളറി പിടിക്കേണ്ട, സമനില തെറ്റേണ്ട കാര്യമില്ല. ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളുമൊക്കെയായി അവിടെ തുടർന്നു കൊള്ളുക എന്ന് ഞങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കേണ്ടി വന്നത് അത്തരം ഒരു പശ്ചാത്തലത്തിൽ. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. മറ്റതിഥികളിലേക്ക് പോകും മുൻപ് ഒരിക്കൽ കൂടി ശ്രീ KE ഇസ്മയിലേക്ക്. ശ്രീ KE ഇസ്മയിൽ, അങ്ങ് പറയുന്നു വെറുപ്പാണ് KM മാണിയോട് എന്ന്. ഒരു ജനകീയ വെറുപ്പാണ് അങ്ങിലൂടെ ആ വാക്ക് അർത്ഥമാക്കുന്നത് എന്നും മറ്റു കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അങ്ങ് സൂചിപ്പിക്കുന്നു. പക്ഷേ ഇത് ജനങ്ങളുടെ വിധി അറിഞ്ഞതിന് ശേഷമാണ്. ജനങ്ങൾ ഏത് രൂപത്തിൽ KM മാണിയെ വെറുക്കണം എന്ന രാഷ്ട്രീയ മുദ്രാവാക്യവുമായി ജനങ്ങൾക്കിടയിലേക്ക് പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് അങ്ങയുടെ പാർട്ടി അടക്കം ഒരു മുന്നണിയായി പോയ ഘട്ടത്തിൽ KM മാണിയെ നിങ്ങൾ ക്ഷണിക്കാനുള്ള ഒരവസരം കൂടി കണ്ടെത്തുകയുണ്ടായല്ലോ. അതിപ്പോൾ തിരിഞ്ഞുകുത്തുകയാണ്. അതിൻ്റെ മറുപടി ആദ്യം. KM മാണിയെ ഞങ്ങൾ ഒരിക്കലും ക്ഷണിച്ചിട്ടില്ല. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ മുന്നണിയിലോ ഒരു ധാരണ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ സ്വയം നിർവ്വഹണാർത്ഥമാണ്. അവർ തന്നെ ഇത്തരം ചില പ്രചരണങ്ങൾ ബോധപൂർവമായി വരുത്തി തീർത്തതാണ്. പന്ന്യൻ രവീന്ദ്രന്റെ പ്രതികരണമാണ് പുതുശ്ശേരി ചൂണ്ടിക്കാട്ടിയത്. അതെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തായാലും ക്ഷണിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. മുന്നണി ഒരു കാലഘട്ടത്തിൽ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അങ്ങേക്ക് മാത്രം ഈ പറയുന്ന സന്ദർഭങ്ങളിൽ ഒരു നിമിഷം ശ്രീ KE ഇസ്മയിൽ, അല്ലല്ല, താങ്കൾക്ക് ധാരണ ഇല്ലാതെ പോയ ഒരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളിക്കളയേണ്ടതല്ല. അതൊരു വലിയ രാഷ്ട്രീയ നീക്കമായിരുന്നു. അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ് അത്തരമൊരു നീക്കം നടത്തിയത്. ആ ഘട്ടത്തിൽ അത് ലളിതമായൊരു നീക്കവുമായിരുന്നില്ല. അതുകൊണ്ട് ശ്രീ ജോസഫ് വാഴയ്ക്കൻ, പന്ന്യൻ രവീന്ദ്രൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും KE ഇസ്മയിൽ സംശയിക്കേണ്ടി വന്ന അത്രയും യാദൃച്ഛികമായൊരു നീക്കമായിരുന്നോ, പ്രതികരണമായിരുന്നോ അത്? അല്ല, അന്ന് CPM-ഉം CPI-യും രണ്ടുപേരും മാറി മാറി ഇക്ലിപ്പെടുത്തിയായിരുന്നു മാണി സാറിനെ.
മാണി ഒരുപാട് പ്രലോഭനങ്ങളൊക്കെ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് കേട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പുതുശ്ശേരി പറഞ്ഞത് ഞാനും കേട്ടിട്ടുള്ളതാണ്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ മാണി ക്ഷണിക്കുന്നതുമൊക്കെ മാണി അന്ന് ചൂണ്ടേ കൊത്തുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോയതൊക്കെയാണ്. ഇതൊക്കെയാണേലും എനിക്കൊരു ദുഃഖം ഈ പുതുശ്ശേരിയോട്. മാധ്യമങ്ങളിൽ വാർത്ത വന്നതാണ്. ശരിയാണ്. പന്ന്യൻ അങ്ങനെ പോകുന്നു. AKE സെന്ററിൽ നിന്ന് തിരികെ ഇറങ്ങി വരുമ്പോൾ നേർ വിപരീതമായ പ്രതികരണം നടത്തുകയും ചെയ്യും. അതെ അതെ. എന്ന് വെച്ചാൽ CPIയുടെ മേലാവിൽ നിന്നുള്ള ഇത്തരമൊരു നിലപാടുമായാണ് പന്ന്യൻ പോയത്. CPMുമായുള്ള ആശയവിനിമയത്തിന് ശേഷമാണ് മറിച്ചൊരു നിലപാടിലേക്ക് അദ്ദേഹം എത്തിയത്. ശ്രീ KE ഇസ്മയിൽ, ഞാൻ തിരികെ താങ്കളിലേക്ക് ശ്രീ വാഴക്കൻ. അല്ല, ഈ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നിമിഷം അങ്ങനെയൊക്കെ വരാം. നിങ്ങളുടെ ചിട്ടവട്ടങ്ങളാണ് പറയുന്നത് എങ്കിൽ അങ്ങ് തള്ളി പറയുന്നത് പന്ന്യനെയാണ്. ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. കേരള കോൺഗ്രസിന് ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഈ CPI പോലെയുള്ള പാർട്ടികളിലൊക്കെ വായിലിരിക്കുന്ന കേൾക്കേണ്ട വല്ല കാര്യമുള്ളതാണ് ഈ മാണി സാറിന്. ഇവിടെ വളരെ സൗകര്യമായിട്ട് സന്തോഷമായിട്ട് മിക്കവാറും പ്രധാനപ്പെട്ട സീറ്റുകളൊക്കെ ജയിച്ച് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നതാ. പ്രയാസം ഉണ്ടായപ്പോൾ നാട് മുഴുവനായിട്ട് ഈ പാർട്ടി മുഴുവൻ UDF മുഴുവനായി ഒന്നിച്ചു നിന്ന് അദ്ദേഹത്തെ സംരക്ഷിക്കുകയും ചെയ്തതാണ്. എന്തിനാ പോയെന്നുള്ളത് ഇന്നും ഞങ്ങൾക്കറിയത്തില്ല. അവിടെ കഴിഞ്ഞ ദിവസം മോൻസു ഒക്കെ പറഞ്ഞു എന്തായാലും LDFിലേക്കില്ല, അല്ല മറ്റേ NDAയിലേക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഒരു കാരണവശാലും ഇല്ല എന്ന് പറഞ്ഞു. മുന്നണി രാഷ്ട്രീയ ആവശ്യമാണെന്നും പറഞ്ഞു. ഇപ്പോൾ മാണി സാറും ഇന്ന് ജോയി എബ്രഹാം പറഞ്ഞു ഇടത് മുന്നണിയിലേക്ക് ഇല്ല എന്ന് പറഞ്ഞു. മുന്നണി രാഷ്ട്രീയം വേണം താനും. ഇനിയിപ്പോൾ ഏത് മുന്നണിയാണ് എനിക്കറിയില്ല. ഇതൊക്കെ ഈ ദുരഭിമാനമൊക്കെ വിടുക. എന്തിനായി പോയെന്നുള്ള വിവരമൊക്കെ നാട്ടുകാരോടൊന്ന് പറയുക. വെറുതെ വല്ല ഈ CPIയുടെ ഒക്കെ വായിലിരിക്കുന്ന കേൾക്കേണ്ട കാര്യമില്ല. CPIക്കാർ പറയുന്ന പോലെ പുണ്യവാന്മാരൊന്നുമല്ല. മാണി സാറ് നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ കറക്റ്റാണ്. ഇപ്പോഴും നമ്മൾ ഓർക്കുക അതൊക്കെ അതുമായി ഉണ്ടായിട്ടുള്ള സംഭവങ്ങളും ആ സീറ്റ് വിറ്റതും ബെന്നറ്റ് എബ്രഹാത്തിന് 1.25 കോടി രൂപയ്ക്ക് കൊടുത്തതും അതിൻ്റെ പേരിൽ CPIന്ന് ചില ആളുകൾ വില അച്ചടക്ക നടപടി ഉണ്ടായതും അതുപോലെ ലോകായുക്ത ഇവരോട് ഫയൽ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ബന്ധപ്പെട്ട രേഖ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മിനിറ്റ്സ് കത്തിച്ച് കളഞ്ഞെന്നും അതുപോലെ ജനയുഗത്തിലൊരു ലേഖനം തന്നെ എഴുതി അന്നത്തെ പാർട്ടി അസിസ്റ്റൻറ്റ് സെക്രട്ടറി, ഞങ്ങൾ മിനിറ്റ്സ് കത്തിച്ച് കളയുന്നവരാണ്, 6 മാസമേ വെക്കുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ മിനിറ്റ്സ് ഞങ്ങൾ സൂക്ഷിക്കത്തില്ല എന്നൊരു വിചിത്രമായ വാദമൊക്കെ നടത്തി. ഇത് ഉത്തരേന്ത്യയിലും UPയിൽ അതുപോലെയുള്ള പല സ്റ്റേറ്റിലുമൊക്കെ ഇതുപോലെ സീറ്റ് വിൽക്കുന്നു എന്ന് കേൾക്കുന്നു. കേരളത്തിൽ ആദ്യമായി നടന്നൊരു സംഭവമാണ്. ഏതെങ്കിലും ആട്ടെ, അതിനെക്കുറിച്ച് ഇപ്പോൾ ഞങ്ങൾ ഇനിയൊരു ചർച്ചയ്ക്ക് ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെ പിന്നെയും ഓർത്തോർത്ത് വരുന്നു. അതുകൊണ്ട് ആരും ഇതിൻ്റെ അകത്തൊന്നും മാന്യതയുടെ വേഷമൊന്നും എല്ലാം പറഞ്ഞിട്ട് ഒരു ചർച്ചയ്ക്ക് ആവശ്യമില്ല എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അതിനകത്ത് കള്ളമൊന്നും ഞാൻ പറഞ്ഞില്ല. വിശദീകരിക്കാൻ സമയം വേണം. ഞാൻ കള്ളമൊന്നും പറഞ്ഞില്ല. ഞാൻ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞ എല്ലാ വിഷയങ്ങളും ശുദ്ധ അസംബന്ധമാണ്. എവിടെ അസംബന്ധം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനപത്രത്തിൽ വന്നതാണ്. വളരെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ തന്നെ ഉന്നയിച്ചൊരു പ്രശ്നമല്ലേ, ഇത് ആരെങ്കിലും ഉയർത്തിക്കൊണ്ടുവന്നല്ലോ. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഇത് ഉന്നയിച്ചൊരു വിഷയമാണ്. ആ സീറ്റുകളെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടിക്ക് ചില പെശകുകൾ പറ്റി എന്നുള്ളത് പരിശോധിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. വേറെ ആരും കണ്ടുപിടിച്ചതല്ലോ. ആവശ്യമില്ലാത്ത ചില വർത്തമാനങ്ങൾ പറഞ്ഞ് ഒരു പാർട്ടിയെ ചീത്തയാക്കാൻ പറ്റില്ല. അത് വളരെ മോശമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് രാജ്യത്തെ ജനങ്ങൾക്ക് നല്ലോണം അറിയാം. ഇന്ത്യയിലെ 10-75 കൊല്ലമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നാലും തെറ്റ് ചെയ്തെന്ന് അതുകൊണ്ട് ഈ തരം പ്രസ്താവനകൾ ആര് നടത്തിയാലും അത് ശുദ്ധനാവശ്യമാണ്. ശ്രീ KE ഇസ്മയിലേക്ക് ഞാൻ തിരികെ എത്താം. ശ്രീ എബ്രഹാം മാത്യു, ഈ പറയുന്ന KM മാണിക്കെതിരായ നിലപാട് കടുപ്പിക്കുന്നതിലെ CPIയുടെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ്? എനിക്ക് തോന്നുന്നത് ആമുഖമായിട്ട് പറയുമ്പോൾ ഈ R ബാലകൃഷ്ണനുള്ള ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മിക ജിഹ്വയായി നിൽക്കുമ്പോൾ, പ്രതീകമായി നിൽക്കുമ്പോൾ KM മാണിക്കെതിരെ എന്ത് വിമർശനം പറയാനാണ്? പൂജപ്പുര ജയിലിൽ കിടന്ന ഒരാൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അഴിമതി വിരുദ്ധ സമരത്തിൽ VS അച്യുതാനന്ദൻ്റെ കൂടെ പങ്കെടുത്ത കാഴ്ച നമ്മളെല്ലാം കണ്ടതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. മറ്റൊരു കാര്യം, CPIയെ സംബന്ധിച്ചിടത്തോളം അവർ നമുക്കറിയാം പല കാലങ്ങളിലും CPMുമായിട്ട് അവർക്ക് കാഴ്ചപ്പാടിലും നിലപാടിലും ഒക്കെ വലിയ വ്യത്യാസമുണ്ടല്ലോ. ഇവിടെ CPMൻ്റെ ഉള്ളിലിരിപ്പ് CPI നന്നായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രശ്നാധിഷ്ഠിത സഹകരണം, അതിൻ്റെ വ്യാപ്തി ഏറ്റവും നന്നായി CPI തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കൂടിയാണ്
ഇപ്പം ശ്രീ ഇസ്മയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നാം വിലയിരുത്തുമ്പോൾ ഈ തരത്തിലുള്ള പ്രായോഗിക സമീപനവും അവരുടെ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. കാരണം ആ സ്പേസിലേക്ക് മാണി ഗ്രൂപ്പ് എമർജ് ചെയ്താലോ എന്ന ഉത്കണ്ഠ അവരെ അലോസരപ്പെടുത്തുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. യഥാർത്ഥത്തിൽ CPM ഇക്കാര്യത്തിൽ വെറുതെ ആകർഷിക്കാൻ വേണ്ടി പറഞ്ഞ ഇക്കിളിപ്പെടുത്തിയ ആ പ്രയോഗം വാഴയ്ക്ക് നടത്തുകയുണ്ടായി. വെറുതെ ഇക്കിളിപ്പെടുത്തുകയല്ല, KM മാണിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ പരിശ്രമങ്ങളും പൂർവാധികം ശക്തിയോടുകൂടി CPM നടത്തുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണല്ലോ MA ബേബി ലേഖനം എഴുതിയിട്ട് അതിനെ പോളിറ്റ് ബ്യൂറോ മെമ്പർ എഴുതിയ ലേഖനത്തെ നിരാകരിച്ചുകൊണ്ട് പിറ്റേ ദിവസം സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തിയില്ലേ? പോളിറ്റ് ബ്യൂറോയുടെ നിലപാടിനെ പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ നിലപാടെന്ന് പറഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ നിലപാടാവണമല്ലോ സാങ്കേതികമായി, അതിനെ നിരാകരിച്ചല്ലോ. മറ്റൊന്ന് ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്യാമോ എന്നറിയില്ല, ഒരു ഉദാഹരണം എനിക്ക് തോന്നിയത്, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കഡ്ജു പറയുകയുണ്ടായി, മലയാളികൾ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നവരും കുടിയേറ്റത്തെ സ്വീകരിക്കുന്നവരുമാണെന്ന് പറയുകയുണ്ടായി. കേരള കോൺഗ്രസ് പൊതുവെ ഈ കുടിയേറ്റ സംസ്കാരമുള്ള ആളുകളുടെ പിന്തുണയുള്ളൊരു പാർട്ടിയാണ്. ആ കുടിയേറ്റ സംസ്കാരമുള്ള പാർട്ടിയെ ഈ കഡ്ജു പറഞ്ഞതുപോലെ CPM സ്വീകരിക്കുകയാണ്. കഡ്ജുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിണറായി വിജയൻ മറുപടി കൊടുത്തിരുന്നു. അപ്പോൾ ആ സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണത്തിൽ നിന്നുകൂടി ഞാൻ വായിച്ചെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുപക്ഷ മുന്നണിയിൽ ഉണ്ടാകും, യാതൊരു സംശയമില്ല. പക്ഷേ അവരുടെ വ്യക്തമായ നിലപാട് എന്ന് പറയുന്നത് ഇടതുപാളയത്തിലേക്കില്ല എന്നാണ്. കാരണം അങ്ങ് ഉദ്ധരിച്ച ലേഖനമുണ്ടല്ലോ, പിന്നെ അതൊരു ലേഖനമായും കോടിയേരി എഴുതുകയുണ്ടായി, ഈ പ്രശ്നാധിഷ്ഠിത സഹകരണം. അതിൽ കോടിയേരി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഒരു പാർട്ടിയായിട്ടല്ല കേരള കോൺഗ്രസിനെ കാണേണ്ടത്. ഭരണത്തിലും പ്രതിപക്ഷത്തും ഇരിക്കുന്ന മുന്നണികളിലെല്ലാം അതിൻ്റെ ഘടകങ്ങളുണ്ട്. അതൊരു കുടുംബമാണ്. ഇനി ജോസ്